നമസ്കാരം. 8ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. ചാപ്റ്റർ 1 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനിയുള്ളത് ചാപ്റ്റർ 2 ആണ്. ഇതൊരു പോയമാണ്, വില്യം ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരെണ്ണം. 7 ഏജസ് ഓഫ് മാൻ എന്നാണ് നിങ്ങൾക്കിവിടെ അതിൻ്റെ ടൈറ്റിലായിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെ ഒട്ടും വൈകണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ലെറ്റ് us read and enjoy. Life keeps on changing and we take on different roles as we grow older. അല്ലേ, നമ്മൾ ജനിക്കുന്ന സമയത്ത് അതേ റെസ്പോൺസിബിലിറ്റി അതേപോലത്തെ ജീവിത സാഹചര്യമാണോ നമ്മൾ വളരുമ്പോൾ? അതായത് നമ്മൾ ജനിക്കുന്ന സമയം നമ്മളെ എന്ത് ചെയ്യുന്നു, ഒരാൾ കയ്യിൽ തന്നെ കൊണ്ട് നടക്കുന്നു, ഫീഡ് ചെയ്യാൻ അറിയില്ല, നമുക്ക് പാൽ കുടിക്കാൻ അറിയില്ല. ആദ്യത്തെ സമയങ്ങളിൽ കഷ്ടപ്പെട്ട് പാൽ കുടിക്കാൻ പഠിപ്പിക്കുന്നു, പിന്നീട് നമ്മൾ തന്നെ സക്ക് ചെയ്ത് കുടിക്കുന്നു. പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തനിയെ പിടിച്ച് കുടിക്കാൻ പഠിക്കും. അതിനുശേഷം നമ്മൾ ഒഴിച്ചെടുക്കാൻ പഠിക്കും. അങ്ങനെ ഓരോന്ന് ഗ്രൂ ചെയ്ത് പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുന്നു. പിന്നീട് വീണ്ടും ഓൾഡർ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ആദ്യം നമ്മളെ എങ്ങനെയൊക്കെയാണോ ചെയ്തിരുന്നത് അതുപോലെ പിടിപ്പിച്ച് കുടിപ്പിക്കുന്നു. അതുപോലെ തന്നെ വായിലൊഴിച്ച് തരുന്നു, പിന്നെ കുടിക്കാൻ ഇറക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ ചേഞ്ചുകൾ ഉണ്ടാകും. നമ്മൾ ഓൾഡറായിട്ട് വരും തോറും നമ്മുടെ ലൈഫിൽ ചേഞ്ചുകളും ഉണ്ടാകും. അതുപോലെ നമുക്ക് എന്തുമുണ്ട്, ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട്. ജനിക്കുന്ന സമയത്ത് എത്ര സുഖമല്ലേ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ആളുകൾ. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ അച്ഛനൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് നമ്മൾ മാരി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആവുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ജോലി കിട്ടുന്നു, സ്കൂളിൽ പോകുന്നു, അപ്പോഴും റെസ്പോൺസിബിലിറ്റീസ്, ഹോംവർക്ക്സ് അത് ഇത് എല്ലാം ചെയ്യാനുണ്ട്. പിന്നീട് ഒരു ജോബ് ആകുന്നു, ജോബാക്കി കഴിയുമ്പോഴോ അപ്പോഴും റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ തന്നെ പിന്നെ എന്താ, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എന്താ, അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഒരു മകൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള ഘട്ടം കഴിഞ്ഞു. പിന്നീട് നമ്മൾ അപ്പോഴും മകനാണെങ്കിൽ പോലും കുറച്ചും കൂടി പ്രാധാന്യം വരുന്നത് നമ്മൾ എന്തായി മാറി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായി മാറുന്നു, അമ്മയാകുന്നു, അച്ഛനാകുന്നു. അപ്പോഴേക്കും നമ്മളാണ് ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ നമ്മുടെ തലയിലാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മളാണ് അതെല്ലാം ഏറ്റെടുക്കേണ്ടുന്ന ആൾക്കാർ. അതിനുശേഷം പിന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ നമ്മളെ നോക്കിയത് അതേപോലെ അവരുടെ ആ റോള് നമ്മൾ ഏറ്റെടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്നു. മുത്തശ്ശിയായാൽ പോലും നമ്മുടെ ജോലികൾ തീർത്തില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ റോൾസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റോൾസ് നമുക്ക് ചെയ്യാനുണ്ട്. ഒരേ സമയം നമ്മൾ എന്തുവാണ്, മകളാണ്, ഭാര്യയാണ്, അമ്മയാണ്, അങ്ങനെ പിന്നീട് മുത്തശ്ശിയാകുന്നു. പിന്നെ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, നമ്മൾക്ക് ഉയരത്തിൽ നമ്മൾക്ക് മുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. പല സ്ഥാനങ്ങൾ നമ്മൾ ആ ഒരു സൊസൈറ്റിയിൽ എടുക്കുന്നു. ഇതിനൊക്കെ ഉപരിയായിട്ട് വേറെ റിലേഷൻസ് നമ്മുടെ പറഞ്ഞു വരുമ്പോൾ കുഞ്ഞമ്മ, പിന്നെ മാമി, ഇങ്ങനെയൊക്കെയുള്ള റോൾസ് പലതും ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ റോൾസാണ് അല്ലേ. ഓരോ ജീവിത സാഹചര്യത്തിലും റോൾസ് മാറിക്കൊണ്ടേയിരിക്കും. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. അപ്പോൾ എന്താണ്, ഡു യു എഗ്രി? അപ്പോൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടാവും, തീർച്ചയായിട്ടും എഗ്രി ചെയ്തേ പറ്റൂ. ഇറ്റ്സ് എ ഫാക്റ്റ് അല്ലേ. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ എന്തൊക്കെ റോൾസാണ് പ്ലേ ചെയ്തത്? ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ ക്ലാസ് ലീഡറായിട്ടുണ്ടാകാം, ഏതെങ്കിലും ക്ലബ്ബുകളുടെയൊക്കെ എന്താ പറയുക ലീഡറായിട്ടുണ്ടാവാം, വേറെ ക്ലബ്ബുകളിലൊക്കെ ജോയിൻ ചെയ്ത് അതിൽ മെമ്പേഴ്സായിട്ടുണ്ടാകാം. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിങ്ങൾ വേറെ എക്സ്ട്രാ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫാമിലിയിലെ റോൾസ് കൂടാതെ എക്സ്ട്രാ നിങ്ങൾ ഉണ്ടാവാം. വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണ്? ലെറ്റ് us see how Shakespeare describes the journey of life. അപ്പോൾ ഷേക്സ്പിയർ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഷേക്സ്പിയറെ പറ്റി നോക്കണ്ടേ? ഷേക്സ്പിയറിനെ പറ്റി നമ്മൾ എന്നും പഠിക്കുന്നതാണ്, എല്ലാ ക്ലാസ്സിലും പഠിക്കാറുണ്ടല്ലേ. ഷേക്സ്പിയർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഡേറ്റ് April 23 ലോക പുസ്തക ദിനം. മറക്കരുത്, ഏത് ദിവസമാണ് April 23? ആരുടെ ബർത്ത് ആനിവേഴ്സറി അല്ലെങ്കിൽ ഡെത്ത് ആനിവേഴ്സറി ആണ്? വില്യം ഷേക്സ്പിയറിൻ്റെതാണ്. നോക്കാം, ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത്? 1564, മരിച്ചത് 1616 കേട്ടോ. അപ്പോൾ വാസ് എൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, പോയറ്റ് ആൻഡ് ആക്ടർ, വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി വേൾഡ്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതാരാണ്? ഷേക്സ്പിയർ ആണ്. ഹീ ഈസ് നോൺ ആസ് ദ ബാർഡ് ഓഫ് ഹെവൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഹെവൻ ആണ്. അപ്പോൾ ഹെവൻ, ബാർഡ് ഓഫ് ഹെവൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ വില്യം ഷേക്സ്പിയറാണ്. എന്താണ് ആരെയാണ്? ബാർഡ് ഓഫ് ഹെവൻ. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് 37 plays, 154 sonnets and 2 long narrative poems. His plays have been translated into every major living languages
ആൻഡ് ഹാവ് ബീൻ പെർഫോംഡ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേസ്, നാടകങ്ങൾ ഒരുപാട് ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടും പെർഫോമൻസും നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. ദി ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഹാവ് സ്റ്റൂഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം. സ്റ്റൂഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു കാലഘട്ടത്തിലും, നമ്മൾ ഈ കാലഘട്ടത്തിലെന്നല്ല, ആ കാലഘട്ടത്തിലെന്നല്ല, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പോലും എന്താണ് അവിടെ നിലനിൽപ്പുള്ളതാണ്. സ്റ്റൂഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം. അന്നും ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ കാലഘട്ടം, ഇതൊക്കെ പണ്ടത്തെ കഥയല്ലേ, ഇത് എന്താണ്, ഇത് എന്താണ് കാലാതീതപ്പെട്ടു പോയതല്ലേ, കാലഹരണപ്പെട്ടു പോയതല്ലേ എന്നൊരിക്കലും ചിന്തിക്കില്ല. എന്നും ഇതിന് നിലനിൽപ്പുണ്ട്. അതാണ് സ്റ്റൂഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, എന്ന് വായിച്ചാലും നമ്മൾക്കൊരു പുതിയൊരു സംഭവം വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പണ്ടത്തതാണ്, അല്ലെങ്കിൽ ഇത് പഴയതല്ലേ, ഇതിനകത്ത് എന്താണ് ഒരു പുതിയ കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ എന്താണ് കഴിഞ്ഞു പോയി, ഇതൊക്കെ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല. എല്ലാ കാലത്തും അതിന് എന്തുണ്ട്, നിലനിൽപ്പുണ്ട്. അങ്ങനെയുള്ളതാണ് സ്റ്റൂഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം. അങ്ങനെയുള്ള വർക്ക്സിനെയാണ് സ്റ്റൂഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. നോക്കാം മക്കളെ, ദ 7 Ages of Man by William Shakespeare. All the world is a stage, and all the men and the women merely players. They have their exits and their entrances, and one man in his time plays many parts, his acts being 7 ages. എന്താണ്, all the world is a stage. ലോകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു സ്റ്റേജാണ്. ജീവിതം എന്ന് പറഞ്ഞത് ഒരു നാടകമാണ് എന്ന് പറയില്ലേ. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. നമ്മുടെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടക തട്ടാണ് അല്ലേ, ഒരു സ്ക്രീൻ, ഒരു തട്ട്, നമുക്ക് നാടകം അരങ്ങേറാനുള്ള ഒരു തട്ടാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് ഈ ലോകമാണ്. നമ്മളൊക്കെ എന്താണ്, മിയർ ക്യാരക്ടേഴ്സാണ്. ഓൾ ദ മെൻ ആൻഡ് ദി വിമൻ മിയർലി പ്ലേയേഴ്സ്. ഇവിടെ എന്താണ്, ആക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യനും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരെല്ലാവരും എന്താണ്, ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആക്ടേഴ്സാണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സാണ്, പ്ലേയേഴ്സാണ്. ദേ ഹാവ് ദിയർ എക്സിറ്റ്സ് ആൻഡ് ദിയർ എൻട്രൻസസ്. ഇപ്പം നാടകം സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു, നമ്മൾക്കൊരു എൻട്രൻസ് ഉണ്ട്. കയറി വരേണ്ടതുപോലെ നമ്മൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷനുണ്ട് അല്ലേ. നമ്മൾ കയറുന്നു, ഇറങ്ങുന്നു, നമുക്ക് ഓരോ റോൾസ് അങ്ങനെയാണ് അല്ലേ. ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള എൻട്രൻസുമുണ്ട്, എക്സിസ്റ്റുമുണ്ട്, കയറിയുള്ള വരവുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇറങ്ങിപ്പോക്കും ഉണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഇപ്പോൾ ഈ ഒരു നാടകം, മറ്റേ സാധാരണ നമ്മൾ ഒരു സ്റ്റേജിലൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ, ഒരു ചെറിയ സ്റ്റേജിലൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് 1 or 2 ആയിരിക്കും. പക്ഷേ ലോകത്തെ മുഴുവൻ നമ്മളൊരു സ്റ്റേജായിട്ട് എടുത്തു, നമ്മളെല്ലാവരെയും എല്ലാ മനുഷ്യനെയും വിവിധ ക്യാരക്ടേഴ്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ റോൾ എന്താണ്, നമ്മൾക്ക് ഒട്ടനവധി റോളുകൾ ഉണ്ടാകും അവിടെ ചെയ്ത് തീർക്കാനായിട്ട്. ഹീസ് ആക്ട്സ് ബീയിങ് 7 ages. നമ്മുടെ ഈ ആക്ടിനെ 7 ages ആയിട്ടാണ് തിരിക്കുന്നത്. നമ്മുടെ റോൾസിനെ അല്ല, നമ്മുടെ ജീവിതം മുഴുവനുള്ള നമ്മുടെ ഈ ഒരു അഭിനയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പെർഫോമൻസിനെ, നമ്മുടെ ജീവിതത്തെയാണ് 7 stages ആയിട്ട് തിരിക്കുന്നത്, റോൾസിനെ അല്ല. അറ്റ് ഫസ്റ്റ്, ഇനി നമ്മുടെ ആദ്യത്തെ റോൾ, നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമ്മളെ കൈക്കുഞ്ഞായിരിക്കുന്ന നമ്മുടെ റോൾ. ഇതാണ്ട് ഫസ്റ്റ് പിക്ചർ കണ്ടല്ലോ. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ് കൈക്കുഞ്ഞായിട്ടിരിക്കുകയാണ്. മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ദ നേഴ്സസ് ആം. നേഴ്സിൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മ്യൂളിങ് എന്താണ്, ബലമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കരയുന്നു. ആൻഡ് പ്യൂക്കിങ്, വൊമിറ്റിങ്. നമ്മളെ നാട്ടിൽ ഈ കുഞ്ഞു വൊമിറ്റിങ് എന്താണ്, കവിട്ടുക എന്നൊക്കെ പറയും. ചെറുതായിട്ട് നമ്മളിങ്ങനെ കൊച്ചിൻ്റെ വായിൽ നിന്ന് വരുന്ന കണ്ടിട്ടില്ലേ, പാലൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ച്. അപ്പം വൊമിറ്റിങ് ഇൻ ദ നേഴ്സസ് ആം. നേഴ്സിൻ്റെ കയ്യിലിരുന്ന് നമ്മളിങ്ങനെ കരയുകയാണ്. അല്ലെങ്കിൽ എന്താണ്, വായിൽ നിന്നിങ്ങനെ, കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നിങ്ങനെ വെള്ളം പോയില്ലേ, അതൊക്കെ തന്നെ നമുക്ക് പറയാം. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സ്കാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്കെയിൻ അൺവില്ലിങ് ടു സ്കൂൾ. ഇത് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ 2.5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് വരെ ഇതൊക്കെ നമുക്ക് പറയാം. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, കംപ്ലൈനിങ് ആണ്, കംപ്ലൈനിങ് ആയിട്ടുള്ള സ്കൂൾ ബോയ് ആണ്. വിത്ത് ഈ സ്കാച്ചൽ എന്ന് പറഞ്ഞാൽ ബാഗാണ്, സ്കൂൾ ബാഗ് ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. രാവിലെ എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങൾ 3 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താണ്, വളരെ ഷൈനിങ് ആയിട്ടുള്ള മോർണിംഗ് ഫേസിലൂടെ നമ്മൾ എഴുന്നേറ്റ് ബാഗൊക്കെ തൂക്കി. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, എന്തുപോലെ, ഒച്ചിനെ പോലെ ക്രീപ്പിംഗ്, എഴഞ്ഞ് വെപ്രാളപ്പെട്ട് സ്കൂളിൽ വണ്ടി വരുന്നതിന് മുമ്പ് ചാടി കയറി ഓടിപ്പോകുന്ന എത്ര കുട്ടികളുണ്ട്. ദാ ഇരിക്കുന്നു 8ാം ക്ലാസ്സുകാർ. നിങ്ങളങ്ങനെയാണെന്നോ സ്കൂളിൽ പോകാനായിട്ട്? ചെറിയൊരു ചൂടില്ലേ, ഇന്നൊരു മഴ കൂടുതലുണ്ടോ, അവധി പ്രഖ്യാപിച്ചോ, ഇതൊക്കെ ചോദിച്ചല്ലേ ഇരിക്കുക. എന്താ കാര്യം, സ്കൂളിൽ പോയാൽ വർക്കുകളുണ്ട്, കളിക്കാനുണ്ടെങ്കിലും വർക്കുണ്ട്. ടീച്ചർ ചോദ്യം ചോദിക്കും, ടെസ്റ്റ് പേപ്പർ, പരീക്ഷ പേപ്പർ തരും, PTA മീറ്റിംഗ് ഉണ്ടാവും, പേടി. അപ്പോൾ എന്ത് ചെയ്യും, മിക്കവാറും പേർക്കും മടി. ഇപ്പോൾ സ്കൂളിൽ എങ്ങനെ പോകും, സ്നെയിലിനെ പോലെ എഴഞ്ഞ് പോകും. ആൻഡ് ദെൻ ദ ലവർ sighing like furnace
വിത്ത് എ woeful ballad made to his mistress eyebrow. എന്താണ്? ആൻഡ് ദെൻ ദി ലവർ, ഇപ്പോഴായിട്ടില്ല, എന്താണ്? ഇനി നിങ്ങൾ ലവറാണ്, പ്രണയിതാവാണ്, കാമുകനാണ് അല്ലെങ്കിൽ കാമുകിയാണ്. സൈയിങ് ലൈക്ക് ഫർണസ്, ഒരാണിൻ്റെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കാമുകൻ എന്തുപോലെ? അവൻ സൈയിങ് ലൈക്ക് ഫർണസ്, എന്തുപോലെ? ഒരു തീച്ചൂള പോലെ, ഫേർണസ് തീച്ചൂള പോലെ അവൻ സായി ചെയ്യുന്നു, നെടുവീർപ്പെടുന്നു. വിത്ത് എ woeful ballad, എന്തുകൊണ്ട് അവൻ്റെ കയ്യിൽ ഒരു woeful ആയിട്ടുള്ള വേദനയുള്ളൊരു ബാലഡ് എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് സോങ് ആണ് ഇവിടെ. ഒരു ബാലഡുമായിട്ട് അവൻ നിന്ന് ഇങ്ങനെ കിതച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തീച്ചൂള പോലെ ഇരുന്ന് അവൻ്റെ ഉള്ളിൽ നീറുകയാണ്. അവരെ ഓർത്ത് നീറുകയാ. യോ, അച്ഛനും അമ്മയും പണം ചിലവാക്കി എന്നെ പഠിക്കാൻ വിട്ടല്ലോ എന്നോർത്ത് നീറുകയാണെന്നോ? അല്ല, കാമുകി എന്നെ നോക്കിയില്ല, ഇന്നവൾ എന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നും പറഞ്ഞ് നീറുകയാ. മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അപ്പം ഈ ഒരു ബാലഡ് അവൻ ആർക്ക് വേണ്ടി മെയ്ഡ് ചെയ്തതാണ്? ആർക്ക് വേണ്ടി? അവൻ്റെ മിസ്ട്രസിനെ, അവൻ്റെ കാമുകിയുടെ ഐബ്രോയെ പറ്റി, പിരുകത്തെ പറ്റിയിട്ട് അവൻ എന്തെഴുതി? ഒരു ബാലഡ് എഴുതി. ആ ബാലഡ് അവൻ്റെ ഉള്ളിൽ കിടന്ന് നീറുകയാണ്. അവൻ എന്ത് ചെയ്യുന്നു? അവൻ വേദന നിറഞ്ഞ തീച്ചൂള പോലെ അവൻ ഇങ്ങനെ നെടുവീർപ്പെട്ടുകൊണ്ട് നടക്കുന്നു. വിരഹവേദനയാണ് മക്കളെ, വിരഹവേദന. ദെൻ എ സോൾജിയർ, അത് കഴിഞ്ഞ് ആരായി മാറുന്നു? ഒരു സോൾജിയറായി മാറുന്നു, പട്ടാളക്കാരൻ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്ട്സ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓട്ട്സ് എന്താണ്? പ്രതിജ്ഞകളാണ് അവൻ പറയുന്നത്. എല്ലാം ഓരോ പ്രതിജ്ഞകൾ, എല്ലാം സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രതിജ്ഞകൾ. ആൻഡ് ബേർഡ് ലൈക്ക് ദി പാഡ്, എന്തുപോലെയുള്ള മീശ? പാഡ്, പുള്ളിപ്പുലി പോലെയുള്ള മീശയൊക്കെ ഉണ്ടവന്. ജാലസ് ഇൻ ഓണർ, എന്താണ്? മറ്റുള്ളവനെ പൊക്കി പറയുന്നത് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. വേറൊരുത്തന് കിട്ടുന്ന ബഹുമതിയിലൊന്നും അത്ര നല്ല മനസ്സാ, കുശുമ്പ്. വേറൊരുത്തൻ നന്നാവുന്നത് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. സഡൻ ആൻഡ് ക്യുക്ക് ഇൻ കോറൽ, എന്താണ് കോറൽ? ഇവിടെ സോൾജിയർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യുദ്ധത്തിൽ പറയാം. അല്ലാതെ ഈ പ്രായത്തിൽ എന്താണ്? ഒരു എടുത്തുചാട്ടമുള്ള പ്രായമാണിത്, അല്ലേ? എന്താണ്? പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതം, പെട്ടെന്ന് പെട്ടെന്ന് എല്ലാത്തിനും പെട്ടെന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള ഒരു നേച്ചർ. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ ക്യാനൻസ് മൗത്ത്. വെടിയുണ്ട വന്നെങ്കിൽ നെഞ്ച് വിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നിൽക്കത്തില്ലേ? എന്താണ്? ആ പ്രായമാണോ? കാര്യം എന്താ? മുന്നും പിന്നും നോക്കത്തില്ല. അപ്പം ഒരു ബബിൾ റെപ്യൂട്ടേഷൻ, ഒരു കുമിളയോളം അത്രയും മാത്രം ആയുസ്സുള്ള ഒരു റെപ്യൂട്ടേഷൻ. എന്താണ്? റെപ്യൂട്ടേഷന് വേണ്ടി ബബിൾ റെപ്യൂട്ടേഷൻ, ഒരു നിമിഷ നേരത്തേക്കുള്ള, അല്ലെ ബബിൾ, ഒരു കുമിളയ്ക്ക് എത്ര നേരത്തെ ആയുസ്സുണ്ട്? വളരെ നിമിഷ നേരത്തുള്ള ആയുസേ ഉള്ളൂ. അത്രയും നേരത്തെ ഒരു പ്രശസ്തി, അത്രയും നേരം ഒന്ന് പ്രശസ്തനാവാൻ വേണ്ടി എന്തും ചെയ്യും? ക്യാനണിൻ്റെ, പീരങ്കിയുടെ മുന്നിൽ പോലും എന്ത് ചെയ്യും? നമ്മൾ എന്തും താണ്ട് ഞാൻ കാണിച്ചു തരാമെന്നുള്ള നിലനിൽപ്പോടുകൂടി നിൽക്കും, അല്ലേ? ക്യുക്കായിട്ട്, എന്താണ്? യുദ്ധക്കളത്തിലായാലും അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ചെറിയ റെപ്യൂട്ടേഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ, അതിനുവേണ്ടി പീരങ്കിയുടെ മുമ്പിൽ പോലും ചെന്ന് നിൽക്കുന്ന ആളുകൾ. മക്കളെ, ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആൻഡ് ദെൻ ദി ജസ്റ്റിസ്, അതിനുശേഷം എന്താകുന്നു? ജസ്റ്റിസ് ആയി മാറുന്നു. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ഇൻ ഫെയർ റൗണ്ട് ബെലി വിത്ത് ഗുഡ് കേപ്പൻ ലൈൻഡ് വിത്ത് ഐസ് സിവിയർ ആൻഡ് എ ബോർഡ് ഫോമൽ കട്ട് full of wise sows and modern instances and so he places path. ഇനി അടുത്തതിൽ ആരാവുന്നു എന്ന് പറഞ്ഞു? ജസ്റ്റിസ് ആയി മാറുന്നു. അപ്പോൾ ഇത്രയും നാളും ഇവരെന്തായിട്ടില്ല? ഒരു കുടുംബ ജീവിതത്തിൽ എത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇവിടെ വീട്ടിലെ ജസ്റ്റിസ് ആയിക്കൂടെ? എല്ലാവരും ജസ്റ്റിസ് ആവുമോ? ഇല്ല. വീട്ടിലെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമയത്തേക്ക് അവൻ എന്തായി മാറി? അവനൊരു ഫാമിലി മാനായി മാറി. അവൻ്റെ ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും എല്ലാ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കാനുമുള്ള ആൾ ആരായി മാറി? അവനായി മാറി, അല്ലേ? അപ്പോൾ അതും നമുക്കിവിടെ അർത്ഥമാക്കാം. അല്ലാതെ പൊസിഷൻ കൊണ്ടുള്ള ജസ്റ്റിസ് ആകാം, പക്ഷെ അല്ലാതെ നമുക്ക് നോക്കാം. ഇൻ ഫെയർ റൗണ്ട് ബെലി വിത്ത് ഗുഡ് കേപ്പൻ ലൈൻഡ്. അപ്പോൾ എന്തുണ്ട്? ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കിനും കുടവണ്ടിയൊക്കെ വെച്ച് മക്കളെയൊക്കെ നേരിലാക്കുന്ന ഒരു നമ്മുടെ ഒരു ജസ്റ്റിസ്. ഇപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ തന്നെ കണ്ടോളൂ കേട്ടോ. എന്താണ് അപ്പോൾ ജസ്റ്റിസിൻ്റെ രൂപം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. എന്താണ്? നല്ല കുടവണ്ടിയൊക്കെ വെച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന. അപ്പോൾ കുടവണ്ടി എങ്ങനത്തെ കുടവണ്ടിയാണ്? ഇൻ ഫെയർ റൗണ്ട് ബെല്ലി, വളരെ റൗണ്ടായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ബെല്ലിയാണ്. വിത്ത് ഗുഡ് കേപ്പൻ ലൈൻഡ്, കേപ്പൻ ഇറച്ചിക്കോഴി, എന്താണ്? പൂവൻ കോഴി, അതിൻ്റെ ഇറച്ചി നിറച്ചിട്ടുള്ള ഒരു റൗണ്ട് ബെല്ലി. വിത്ത് ഐ സിവിയർ, തീക്ഷ്ണമായ കണ്ണുകൾ, സിവിയർ ഐസ്. ആൻഡ് ബേർഡ് ഫോർമലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേർഡ്. ശരിക്കും ജസ്റ്റിസിൻ്റെ പിക്ചർ തന്നെയാണ് മനസ്സിൽ വരേണ്ടത്, ഫാദറിൻ്റെ അല്ല. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. ഈ സാഹചര്യം ആയപ്പോഴേക്കും അദ്ദേഹം എന്തായി മാറി?
എങ്ങനെ വേണം? ഉപദേശങ്ങൾ, അതുപോലെ തന്നെ ഉദാഹരണങ്ങൾ, നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു. സോസ്, നല്ല ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ഇൻസ്റ്റൻസസ്, ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ ചെയ്താൽ നിനക്ക് അങ്ങനെ കിട്ടും, അല്ല അവനെ കണ്ടിട്ടുണ്ടോ നീ എന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടെ കൂട്ടിച്ചേർത്ത് പറയത്തില്ലേ? അത് തന്നെ സംഭവം. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ട് നന്നായി ചെയ്യുന്നു. ഇവിടെ ജസ്റ്റിസ് സ്മാർട്ട് എന്ന് മറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അച്ഛനെ അമ്മയും, അച്ഛൻ ഇങ്ങനെയല്ലേ, ഈ ഒരു പ്രായമൊക്കെ ആയപ്പോഴത്തേനും കളിച്ച് നടന്ന പയ്യനായിരുന്നു നമ്മുടെ അച്ഛൻ. അദ്ദേഹം എന്തായി മാറി? വീട്ടിലോട്ട് വന്ന് നമ്മുടെ അച്ഛനൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോയി നമ്മൾ വഴിവഴിച്ച് പോകുമോ എന്ന് പേടിച്ചിട്ട് ഉപദേശങ്ങളും നല്ല വാക്കുകളും, നമ്മളെ എങ്ങനെ നമ്മളൊരു ഫോൺ എടുക്കുമ്പം ഇങ്ങനെ നോക്കി, അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒന്ന് നോക്കി, ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് അത് വേണം, ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി അങ്ങനെ തീക്ഷ്ണമായ കണ്ണുകളോടി നോക്കുന്ന നമ്മുടെ അച്ഛൻ. പിന്നെ അദ്ദേഹം എന്തും ചിന്തിക്കുന്നുണ്ട്, നമ്മൾക്ക് നല്ലത് പറഞ്ഞു തരാൻ. അമ്മയാണെങ്കിൽ ഒറ്റ അടിക്കായിരിക്കും, ഒന്ന് പറഞ്ഞ് രണ്ടിന് അമ്മയുടെ നമുക്ക് അടി കിട്ടും. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ എന്ത് ചെയ്യും? അന്ന് അമ്മ കേൾക്കാതെയാണെങ്കിൽ പോലും മാറ്റിയിരുത്തി നമ്മളെ ഉപദേശിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ്, പണ്ട് മോനെ അച്ഛനും ഇങ്ങനെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്ത്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്തൊക്കെ ചേർത്ത് നമുക്ക് പറഞ്ഞു തരും. മൊത്തത്തിലൊരു നീതിമാനായ ആൾ ആര്? നമ്മുടെ അച്ഛൻ, കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റിസ് എന്ന് തന്നെ പഠിക്കണം. ഞാനൊരു ഒരു എല്ലാ മനുഷ്യനും ജസ്റ്റിസ് ആവില്ല അല്ലേ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജസ്റ്റിസ് ആവുന്ന സാഹചര്യമാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു തന്നത്. ഇനി ദ 6th ഏജ്. അപ്പം നോക്കൂ, ദ 6th ഏജ് ഷിഫ്റ്റ്സ്. ഇനി 6th ഏജിലേക്ക് പോവുകയാണ്. ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. ഇനി എന്തായി മാറി? ഒരു പാൻറ്റലൂൺ എന്ന് വെച്ചാൽ പായം ചെന്ന ഒരു കോമാളിയെ പോലെ ആയി മാറി. അദ്ദേഹം എങ്ങനെയാണ്? വളരെ മെലിഞ്ഞ സ്ലിപ്പർ ഒക്കെ ഇട്ടുന്ന സ്ലിപ്പേർഡ് ആയിട്ടുള്ള ഒരു പാൻറ്റലൂണായി മാറി. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. സ്പെക്ടക്കിൾസ്, കണ്ണിൽ എന്തുണ്ട്? സ്പെക്ടക്കിൾസ്, കണ്ണാടിയുണ്ട്. പൗച്ച് ഓൺ സൈഡ്. ഈ പൗച്ച് ഓൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിക്ചറിൽ നോക്കൂ, അദ്ദേഹത്തിൻ്റെ പാൻസിലൊരു പൗച്ച് കണ്ടോ? അങ്ങനെ സൈഡിൽ എന്താണ് പൗച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വേറെ രീതിയിൽ പറയാം. കാര്യം കവിളിങ്ങനെ കൊഴിഞ്ഞ് ഒട്ടി തൂങ്ങി നിൽക്കുന്നതിനെ നമ്മൾ പൗച്ച് എന്ന് പറയും. തൂങ്ങിക്കിടക്കില്ലേ കവിൾ പ്രായം ചെന്നവർക്ക്, അതിനെയും പറയാറുണ്ട് പൗച്ച് എന്ന് കേട്ടോ. ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് വെൽ സേവ്ഡ്, എ വേർഡ് ടു വൈഡ് ഫോർ ഹിസ് shrunk shank, ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിങ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ യൂത്ത്ഫുൾ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ടുള്ള പാൻസ്, താഴെ ഭാഗത്തിടുന്ന ഒരു ഇറുക്കം, അവിടെ ഇറുങ്ങിയിരിക്കില്ലേ, അതെന്തായി മാറി? വെൽ സേവ്ഡ്, വളരെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ആ രീതിക്ക് വളരെ ടൈറ്റായിട്ട് അദ്ദേഹം ഇട്ടിരുന്ന ആ ഡ്രസ്സ് എങ്ങനെയായി മാറുന്നത്? താഴെ നോക്കൂ, ആ അദ്ദേഹത്തിൻ്റെ ചെരുപ്പിട്ടതിൻ്റെ മുകളിൽ നീയുടെ ആ ഭാഗത്ത് പാൻസ് ലൂസായിട്ട് ചുറ്റി വെച്ചിരിക്കുന്നുണ്ടോ? ഇനി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാൻസ്. നേരത്തെ ഇങ്ങനെയായിരുന്നു, താഴെ ടൈറ്റായിട്ടായിരുന്നു ഇട്ടുന്നത്. വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് shrunk shank ഉണ്ടോ, അത് വളരെ വലുതായി മാറി. അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിപ്പോയ ഷ്രങ്കായിട്ടുള്ള ഷാങ്ക് എന്ന് പറഞ്ഞാൽ കണങ്കാല് കണ്ടോ, താഴെ കാല് കണ്ടോ അദ്ദേഹത്തിൻ്റെ കണങ്കാൽ, അവിടെയൊക്കെ ഇനി അത് എത്തില്ല, അത് ചുരുങ്ങി ഒട്ടിപ്പോയി കാല്. അപ്പോൾ അവിടെ ഇനി അതെന്താണ്? ലൂസായിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ചുരുട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. ആൻഡ് ഇസ് ബിഗ് മാൻലി വോയിസ്. ഇനി ബിഗ് ആയിട്ടുള്ള മാൻലി ആയിട്ടുള്ള വോയിസ്, ആണുങ്ങളുടെ സൗണ്ടില്ലേ, അതിനെ എങ്ങനെയായി മാറും? ടേണിങ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ, മാറി വീണ്ടും കുട്ടികളുടെ ട്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പിച്ചുള്ള വോയിസ്. കുട്ടികളുടെ സൗണ്ടിന് പിച്ച് കൂടുതലാണ്, ആ രീതിക്കായി മാറും. എന്ന് കരുതി ഉറക്കം സംസാരിക്കുമെന്നല്ല, സൗണ്ട് നേർത്തതാണ്. ഇപ്പോൾ ഫീമെയിൽ സൗണ്ട് പിച്ച്ഡാണ്, പുരുഷന്മാരുടെ സൗണ്ടിനേക്കാളും പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ടാണ് ഫീമെയിൽ വോയിസ്. അതുപോലെ കീ സൗണ്ടൊക്കെ ആയി അങ്ങ് മാറും. കണ്ട, പൈപ്സ് എന്ന് വെച്ചാൽ കിളിയുടെ ശബ്ദം പോലെ ഒരു നേർത്ത ശബ്ദം. ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ എന്ത് വരും? ചൂള സൗണ്ട് ഇങ്ങനെ വരും. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ. ഇനി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്താവുകയാണ്? ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവബഹുലമായ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് എൻ്റെ മിയർ ഒബ്വിലിയൻ എന്താണ്? അതാണ് നമ്മൾ പറയുന്ന സെക്കൻഡ് ചൈൽഡിഷ്നെസ്, രണ്ടാം കുട്ടിക്കാലം. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്, പക്ഷേ കുറച്ച് പേർക്കേ അത് അനുഭവിക്കാൻ പറ്റാറുള്ളൂ. കാര്യം എന്താ? മിക്കവാറും പേരും ഈ 6th ഏജിന് മുമ്പേ തട്ടിപ്പോവും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. കാര്യം എന്താണ്? നമുക്ക് ഇപ്പോൾ ആയുസിൻ്റെ ദൈർഘ്യമൊക്കെ കുറഞ്ഞു വരികയാണ്. കൂടുതലും ഈ ആക്സിഡൻറ്റുകൾ, രോഗങ്ങൾ, പിന്നെ മഹാമാരികൾ, നമ്മുടെ നാട്ടിലെ പ്രളയം, ഭൂമിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേരും ഒന്നും അത് താണ്ടാറില്ല. പണ്ടൊക്കെ എല്ലാ ആൾക്കാർക്കും ഈ കാലഘട്ടങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. ഷേക്സ്പിയർ ഇത് എഴുതുന്ന സമയത്ത് ആളുകൾ ഇതെല്ലാം കഴിഞ്ഞ് ആണ് മരിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കാരുണ്ട്, ബെഡിൽ ഇങ്ങനെ മരണം കാത്ത് കിടക്കുന്ന ആൾക്കാർ അന്നത്തെ കാലത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. വളരെ ചുരുക്കം ചില വീടുകളിലേ അങ്ങനെ കാണാറുള്ളൂ. നമ്മുടെയൊക്കെ മുത്തശ്ശിയും ഒന്നും ഇപ്പോഴും ഇരിപ്പില്ല. നമ്മളുടെയൊക്കെ ഒരു സ്കൂൾ ടൈമിൽ തന്നെ അവരൊക്കെ മരിച്ചു പോയവരാണ്. അവരൊക്കെ എന്താണ് അങ്ങനൊന്നും ബെഡ് റിഡൻ ആയിട്ട് കിടന്നിട്ടില്ല.
അപ്പോൾ അധികം വീടുകളിലൊന്നും അങ്ങനെയുള്ള ഇപ്പോൾ 100 വയസ്സിന് മുകളിലൊന്നും ഇരുന്നവരൊന്നും അധികം ഇല്ല. നമ്മുടെ ഇവിടെ തന്നെ പറഞ്ഞ ഒരു 2-3 പേരേ ഉള്ളൂ പറഞ്ഞറിവ് പോലും എനിക്കുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം ആയിരുന്നില്ല അന്നൊക്കെ ബെഡിൽ ഇങ്ങനെ കിടക്കും. അവരെ കാണാനായിട്ട് എല്ലാ ബന്ധുക്കളും ഇപ്പം ചിലപ്പം പറയും, നീ ഒന്ന് വന്ന് കണ്ടിട്ട് ജീവൻ പോകാനായിരിക്കും കിടക്കുന്നത് എന്ന് പണ്ടുള്ളവർ പറയും. അവളെ ഒന്ന് കണ്ടാൽ ചിലപ്പോൾ അവളൊന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ ജീവൻ പോകുമായിരിക്കും. അങ്ങനെ എല്ലാവരും അത് ജീവൻ പോകുന്നുണ്ടോ, ജീവൻ പോകുന്നിടത്ത് ഞാൻ കൂടെ വേണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. പുരോഹിതർ വന്ന് നാമങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അതുപോലെ ഖുറാൻ വായിക്കുന്നു, ഗീത വായിക്കുന്നു. ഈ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമാണിത്. അധികം പേർക്കും അനുഭവിക്കാൻ ഇപ്പോൾ യോഗമില്ല. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ സ്റ്റോറി ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലീവിയോൺ. എന്താണ് ഒബ്ലീവിയോൺ? മറവിയുടെ സമയം. സാൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. ഇതാണ് വിത്തൗട്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഓർത്തോണം. സാൻസ് ടീത്ത്, വിത്തൗട്ട് ടീത്ത്. സാൻസ് ഐസ്, കണ്ണില്ലെന്നല്ല, കാഴ്ചയില്ല. സാൻസ് ടേസ്റ്റ്, രുചിയില്ല. സാൻസ് എവറിത്തിങ്, എല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം പോലും ഇല്ല. ഇങ്ങനെ കിടക്കില്ല എല്ലാ കാര്യങ്ങളും. അങ്ങനെയൊക്കെയുള്ള അച്ഛന്മാരുടെ അമ്മമാരെയൊക്കെ മോഷനായാലും യൂറിനായാലും ഒക്കെ മക്കളായിരിക്കും എടുക്കുക. ഇപ്പോൾ എത്ര മക്കൾക്ക് പറ്റും? എല്ലാവരും ഹോം നേഴ്സിനെയൊക്കെ വെച്ചിട്ട് അങ്ങ് പോകും. എല്ലാവരും ജോലി തിരക്കല്ലേ. അപ്പം അങ്ങനെ മക്കൾ നോക്ക് എന്നുള്ള ഒരു ചിന്ത ഇപ്പം അങ്ങനെയുള്ളത് വളരെ വളരെ അപൂർവം വീടുകളിലെ അങ്ങനെയുള്ള ഭാഗ്യം അച്ഛനും അമ്മയ്ക്കൊക്കെ കിട്ടാറുള്ളൂ അല്ലേ. അപ്പോൾ അത്രയുമാണ്. ദ 7 Ages ഓഫ് മാൻ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. അദ്ദേഹത്തിൻ്റെ വെൽ നോൺ പ്ലേ ആയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണിത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് വേർഡ് മീനിങ്സ് തന്നിട്ടുണ്ട്. അതിന് മുമ്പ് എത്ര സ്റ്റേജസ് നമ്മൾ പറഞ്ഞു? 7 സ്റ്റേജസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. ഇൻഫൻറ്റ്, പിന്നെ സ്കൂൾ ബോയ്, 3 ലവർ, സോൾജിയർ, ജസ്റ്റിസ്, പാൻറ്റലൂൺ, സെക്കൻഡ് ചൈൽഡ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ റോൾ. 7 റോൾ. ഇത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. 7 റോൾസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. ഇത്രയേ ഉള്ളൂ. മനോഹരമായൊരു ഭാഗമാണ്. വളരെ കുറച്ച് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട്സ് അധികം വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. മക്കളെ, ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക, പഠിക്കുക. നിങ്ങൾ തന്നെ വായിച്ച അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് മാത്രം വെക്കുക. എന്നിട്ട് നിങ്ങൾ മീനിങ്സ് മനസ്സിലാക്കിയതിന് ശേഷം ആക്ടിവിറ്റി ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റ് വീഡിയോസിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ ആയിക്കോട്ടെ ഏത് ചാനലിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കണം കേട്ടോ. അതിന് 10th എത്തുമ്പോൾ നമുക്ക് ഓൺ സെൻറ്റൻസിൽ എഴുതണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.